നറുനിലാവ് പരത്തുന്ന പൂർണ്ണചന്ദ്രൻ, വിശ്വാസത്തിന്റെ അചഞ്ചല ശക്തിയുടെ പര്യായം, സ്വാത്വികതയുടെ നേർമുഖം, കരുണയുടെ ആർദ്രതയുടെ മഹാസാഗരം. 95ന്റെ നിറവിലേക്ക് കാൽവെക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്തയെ മേൽപ്പറഞ്ഞ ഏത് രീതിയിൽ വിശേഷിപ്പിച്ചാലും അധികമാവില്ല. പൗരോഹിത്യത്തിലെ പരിശുദ്ധി ജീവിതവ്രതമാക്കിയ തിരുമേനിയുടേത് അനുകരണീയമായ മഹത് വ്യക്തിത്വം തന്നെ. 1918 ഏപ്രിൽ 27 വൈദികനായ KE ഉമ്മന്റെയും ശോശാമ്മയുടെയും മകനായി ജനിച്ച ഫിലിപ്പുമ്മൻ തന്റെ ദൈവവൃത്തിയുടെ അപാരമായ വശ്യത കൊണ്ടും സമർപ്പണ മനോഭാവം കൊണ്ടുമാണ് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറിയത്. മാനവസേവ, മാധവസേവ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അപൂർവ വ്യക്തിത്വമാണ് തിരുമേനിയെ സർവ്വസമ്മതനാക്കുന്നത്. 50 വർഷവും 10 മാസവും 25 ദിവസവും ബിഷപ്പായി സേവനം അനുഷ്ഠിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായിരുന്ന വ്യക്തി എന്ന പൊൻതൂവലും 95ന്റെ നിറവിൽ നിൽക്കുന്ന വലിയ തിരുമേനിക്ക് സ്വന്തം. മാരാമൺ, ഇരവിപേരൂർ സ്കൂളുകളിലും ആലുവ UC കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂരിലായിരുന്നു വേദപഠനം. ഇതിന്റെ ഉപരിപഠനത്തിനായി തിരുമേനി പോയത് കാൻബറി സെന്റ് അഗസ്റ്റിൻ കോളേജിലും. 1978 മെയ്യിൽ സഫർഗൻ മെത്രോപൊലിത്തയായി. 1999 മാർച്ചിൽ അലക്സാണ്ടർ മെത്രോപൊലിത്തയുടെ അനാരോഗ്യം കാരണം മെത്രോപൊലിത്തയായി താൽക്കാലികമായി ചുമതലയേറ്റു. അതേ വർഷം ഒക്ടോബർ 23 മെത്രോപൊലിത്തയായി അഭിഷിക്തനായത്. 2007 ആഗസ്റ്റ് 28 സ്ഥാനമൊഴിയുന്നതുവരെ മർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു തിരുമേനി. കൂടാതെ 1954 ഇവാൻസ്റ്റണിലും 1968 ഉപ്സകയിലും നടന്ന ലോക ചർച്ച് കൗൺസിൽ സമ്മേളനത്തിലും തിരുമേനി പങ്കെടുത്തു. 2008 ഏപ്രിൽ 27 വലിയ തിരുമേനിയുടെ നവതി ആഘോഷം. നവതിയോടനുബന്ധിച്ച് ഇന്ത്യയിലും മെക്സിക്കോയിലുമുള്ള 1500 കുടുംബങ്ങൾക്ക് 60,000 രൂപ വീതം മുടക്കി ഭവനം നിർമ്മിച്ചു നൽകിയതും ഈ മഹാനുഭാവന്റെ വറ്റാത്ത മനുഷ്യത്വത്തിന്റെ ബാക്കിപത്രമായി നിലനിൽക്കുന്നു. ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കുമപ്പുറം ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയുടെ പ്രതിരൂപമായ തിരുമേനിക്ക്, മനുഷ്യത്വം കോട്ടമതിൽ തീർത്ത ആ മഹത് വ്യക്തിക്ക് സർവേശ്വരൻ അനുഗ്രഹ ആശീർവാദങ്ങൾ നൽകട്ടെ. ഒപ്പം ആയുരാരോഗ്യ സൗഖ്യങ്ങളും. ശ്യാമസ് നായർ, ന്യൂസ് ഡെസ്ക്, ACV ന്യൂസ്.